ഈശോയിൽ ഒത്തിരി സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, ഒരിക്കൽ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട ഷാലോം TV ഒരുക്കുന്ന റോസറി വാറിൻ്റെ കണ്ണികളായി നമ്മളെല്ലാവരും ദൈവ തിരുമുമ്പിലായിരിക്കുകയാണ്. ഇത് വലിയ ഒരു ദൈവനിയോഗമാണ്. ഇന്നത്തെ കാലം നേരിടുന്ന പ്രതിസന്ധികൾക്കുള്ള മറുപടി ജപമാലയാണെന്ന് ഉച്ചസ്വരത്തിൽ നമ്മൾ പ്രഖ്യാപിക്കുന്ന അവസരമാണ്. 50 ലക്ഷം ജപമാല ഒരുക്കി ലോകത്തെ ഈ ജപമാല കൊണ്ട് ചേർത്ത് വയ്ക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട ഷാലോം TV പ്രയത്നിക്കുമ്പോൾ നമ്മൾ ഭാഗ്യമുള്ളവരാണ്. അതിൻ്റെ കൂടെ ചേരാൻ, കരുത്താകാൻ, അതിന് ശക്തി സംഭരിക്കാൻ ഈ ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് ഒന്ന് ചിന്തിക്കേണ്ടത് സഭയെക്കുറിച്ചാണ്. നമ്മളെല്ലാവരും അഭിമാനിക്കുന്നു, നമ്മൾ സഭയുടെ മക്കളാണ്. നമുക്ക് സർവകൃപകളും ദൈവം തരുന്നത് സഭയിലൂടെയാണ്. എല്ലാ ദൈവാനുഗ്രഹത്തിൻ്റെ കേന്ദ്രം, കേദാരം സഭയാണ്. സഭയോട് ചേർന്ന് നിൽക്കണം. നമുക്ക് കുർബാന ലഭിക്കുന്നത് സഭയിലൂടെയാണ്. നമുക്ക് ജപമാല അനുഭവത്തിലേക്ക് കൈപിടിച്ച് ഉയരാൻ കഴിയുന്നത് സഭയിലൂടെയാണ്. ആയതുകൊണ്ട് സഭയെപ്പറ്റി ചിന്തിക്കാൻ, സഭയെ സ്നേഹിക്കാൻ, സഭയെ സ്നേഹിച്ച, സഭയെ വളർത്തിയ പരിശുദ്ധ അമ്മയോടൊപ്പം സഭാത്മകമായ 1-2 ചിന്തകൾ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാൻ നമുക്ക് പരിശ്രമിക്കാം. സഭ എന്ന് പറയുമ്പോൾ നമ്മൾ സഭയുടെ കാണപ്പെടുന്ന രൂപം അത് ഇടവകയാണ്. നമ്മൾ സഭയുടെ കരുത്താകുന്നത് ഇടവകയിലൂടെയാണ്. ഇടവകയെന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇടയൻ്റെ വകയാണ്. മഹാ ഇടയൻ ക്രിസ്തുവിൻ്റെ സ്വന്തം. അതുകൊണ്ട് ഓരോ ഇടവകയും ഈശോയുടെ സ്വന്തമാണ്. നമ്മൾ ഈ ഇടവകയോട് ചേരുമ്പോൾ, സഭയോട് ചേരുമ്പോൾ അമ്മയിലൂടെ നമ്മൾ സഭയോട്, ക്രിസ്തുവിനോട് ചേരുകയാണ്. ഈ തരുണത്തിൽ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ചിന്ത ഇതാണ്. എപ്പോഴും സഭയ്ക്ക് കരുത്തു തന്നത് പരിശുദ്ധ മറിയം. അത് നമ്മൾ ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് കണ്ടെത്തുന്നുണ്ട്. നമ്മൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 21-ാമത്തെ തിരുവചനം, അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു. യേശുവിൻ്റെ മാതാപിതാക്കൾ എല്ലാ വർഷവും പെസഹ തിരുനാളിൽ ദേവാലയത്തിൽ പോയിരുന്നു. നമുക്കെല്ലാം അറിയാം, ഈശോ മരിച്ചത് 33-ാമത്തെ വയസ്സിലാണ്. ബൈബിളിൽ ഒരിടത്തും എഴുതി വച്ചിട്ടില്ല 33-ാമത്തെ വയസ്സിൽ ഈശോ കുരിശെടുത്ത് കാൽവരിയിലേക്ക് നീങ്ങി. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നു ഈശോയുടെ 33-ാമത്തെ പെസഹായിലാണ് കുരിശ് മരണം. അങ്ങനെ ഈശോയുടെ വയസ്സ് 33. മാത്രമല്ല, ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 31 മനോഹരമായൊരു വാചകമുണ്ട്. ഈശോയെ പറ്റി പറയുന്നു, ഈശോ എല്ലാ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ ഈശോയും മാതാവും നമുക്ക് തന്നൊരു ചിന്ത ഇതാ. അവർ ദേവാലയ കേന്ദ്രീകൃതമായി ജീവിതം കഴിച്ചവരാണ്. അപ്പോൾ സഭയോട് ചേരുക എന്ന് പറഞ്ഞാൽ, സഭയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഇടവകയോട് ചേരുക. ഞാൻ അതിങ്ങനെ ഒറ്റ വാക്കി ചുരുക്കും, ഒരു ദേവാലയ കേന്ദ്രീകൃതമായ ജീവിതം ഉണ്ടാകണം. നമുക്ക് ശക്തിയും കരുത്തുമൊക്കെ ലഭിക്കുന്നത് ഈ ദേവാലയ കേന്ദ്രീകൃതമായ ജീവിതത്തിലൂടെയാണ്. ഈ ദേവാലയ കേന്ദ്രീകൃതമായ ജീവിതത്തിന് 4 തലങ്ങൾ സഭ പഠിപ്പിക്കും. ഒന്നാമത്, അത് വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമാണ്. വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ജീവിതം ഉണ്ടാകും. നമുക്കറിയാം,
നമ്മുടെ പ്രിയപ്പെട്ട പരിശുദ്ധ പിതാവ് വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ ഈ കുർബാനയും പരിശുദ്ധ അമ്മയും തമ്മിൽ ബന്ധിപ്പിക്കാറുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, കുർബാന അഗ്നിയാണ്, തീയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ ചൂടുപിടിപ്പിക്കുന്നതാണ് കുർബാന. നമ്മൾ തകരുമ്പോൾ, നമ്മൾ തണുത്തുറയുമ്പോൾ നമുക്ക് കരുത്ത്, ശക്തി, ചൂട് തരുന്നത് കുർബാനയാണ്. അദ്ദേഹം പറയാറുണ്ട്, പരിശുദ്ധയും അമ്മയും അങ്ങനെയായിരുന്നു. പരിശുദ്ധ അമ്മ പ്രത്യേകിച്ച് നമുക്ക് വലിയ ശക്തി തരുന്ന വ്യക്തിയാണ്. ഇത് വളരെ വ്യക്തമാണല്ലോ. സെഹിയോൻ ശാലയിൽ ശിഷ്യന്മാർ പേടിച്ച് ഇരുന്നപ്പോൾ, കതകടച്ചിരുന്നപ്പോൾ അവർക്ക് ചൂടായി, ശക്തിയായി, കരുത്തായി, കരുതലായി, താങ്ങായി അമ്മയുണ്ടായിരുന്നു. അമ്മ ശക്തിയാണ്. രണ്ടാമതായിട്ട് പരിശുദ്ധ പിതാവ് പറയുന്നത്, കുർബാന ഈശോ വരച്ച സ്നേഹത്തിൻ്റെ വട്ടമാണ് എന്ന് പറഞ്ഞാൽ, മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ഈശോ ചെറുതായതാണ് കുർബാന. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചവൻ, അഖിലാണ്ടങ്ങൾക്ക് രൂപവും ഭാവവും നൽകിയവൻ അപ്പമായി ചെറുതായി. പരിശുദ്ധ പിതാവ് തുടർന്ന് പറയാറുണ്ട്, ഇതുപോലെ ചെറുതായ വ്യക്തിത്വമാണ് അമ്മ. നമുക്ക് മനസ്സിലാക്കി തരാൻ ചെറുതായ വ്യക്തിത്വമാണ് അമ്മ. നമുക്കറിയാം, ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തെ തൻ്റെ കൈക്കുമ്പിൾ കിട്ടിയിട്ട് അതുകൊണ്ടൊരു നേട്ടമുണ്ടാകാതെ ചെറുതായി കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാത്രം ജീവിതത്തിൽ സ്വീകരിച്ച വ്യക്തി മറിയം, ചെറുതാകാൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുടുംബജീവിതങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഇതാണ്, ചെറുതാകാൻ പറ്റുന്നില്ല. ചെറുതാകാൻ കരുത്ത് തരുന്നത് അത് മറിയമാണ്. മറിയം നമ്മളെ നയിക്കുന്നത് അത് വിശുദ്ധ കുർബാനയിലേക്കാണ്. മൂന്നാമതായിട്ട് വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ പറയാറുണ്ട്, കുർബാന മുറിക്കപ്പെട്ടതിൻ്റെ ഓർമ്മയാണ്. ഈശോ അപ്പോൾ എടുത്ത് മുറിച്ചു. നമുക്ക് കരുത്ത് കിട്ടിയത് ഈ മുറിവാണ്. യേശുവിൻ്റെ മുറിവിൽ നിന്നാണ് നമ്മൾ കരുത്താർജിച്ചത്. പരിശുദ്ധ അമ്മയെപ്പറ്റി ഫുൾട്ടൻ ജേഷീൻ പറയാറുണ്ട്, മുറിവിൻ്റെ അമ്മയാണവൾ. ഈശോയുടെ ശരീരത്തിലുണ്ടായിരുന്ന 5000-ൽ പരം മുറിവുകൾ, അത്രമാത്രം മുറിവുകൾ മനസ്സിലേറ്റുവാങ്ങിയ വ്യക്തി മറിയം. നമ്മുടെ കുടുംബജീവിതങ്ങളിലെ ഇതുപോലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും, ഇതുപോലെ മുറിവേൽക്കുന്ന അനുഭവങ്ങൾ, അവിടെ നമുക്ക് ശക്തി തരുന്നത് പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ട് ഞാൻ ഒന്നാമത് പറയാൻ ആഗ്രഹിക്കുന്നത്, അമ്മ നമ്മെ വിളിക്കുന്നത് കുർബാനയിലേക്കാണ്. നമുക്കറിയാം, മെജുഗോറിയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മക്കൾ ചോദിച്ചു, അമ്മ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ഞങ്ങളുടെ ഇടവക ദേവാലയത്തിൽ കുർബാനയുണ്ടെങ്കിൽ അമ്മയെ കാണണോ കുർബാന കാണണോ? അമ്മ പറഞ്ഞു, മക്കളെ, നിങ്ങൾ കുർബാന കാണണം. ഇതാണ് അമ്മ. അമ്മ നമ്മളെ കുർബാനയിലേക്ക് നയിക്കും. കുർബാനയുടെ അമ്മയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിന് കരുത്ത് തരുന്നത് കുർബാനയാണെന്ന് തൻ്റെ ജീവിതത്തിലൂടെ സാക്ഷിച്ച വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. രണ്ടാമതായിട്ട് ഈ ദേവാലയ കേന്ദ്രീകൃത ജീവിതത്തിൻ്റെ രണ്ടാമത്തെ ഒരു തലം ഈ കാലത്തിൽ വളരെ ശ്രദ്ധേയമാണ്. കാരണം കോവിഡിൻ്റെ ഫലമായിട്ട് ആൾക്കാർ പള്ളിയിൽ നിന്ന് അകലുന്ന ഒരവസരമായത്. പള്ളിയോട് കൂടുതൽ ചേർന്നിരിക്കണം ദേവാലയത്തോട്. ഒരുപക്ഷെ നമ്മളൊക്കെ ചിന്തിക്കുന്ന നല്ലതാണ്. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ വീടിൻ്റെ പടിവാതിക്കൽ മരണം കാത്തു നിൽക്കുന്ന അവസരമാണ്. പ്രതീക്ഷിക്കാത്ത വ്യക്തികളും പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിലും മരണം വരുന്നതാണ്. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, നിങ്ങളെല്ലാവരും ഉപേക്ഷിക്കുന്ന ഒരവസരമുണ്ട്. നിങ്ങളുടെ മനോഹരമായ വീട് ഒരു ദിവസം പറയും, വീട്ടിൽ നിന്ന് പോകണം. നിങ്ങൾ മരിച്ച് നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ വിയർപ്പ് കൊണ്ട് കെട്ടിയുയർത്തിയ വീട് പറയും, പൊക്കോണം. വീട് നിങ്ങളെ ഉപേക്ഷിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ അവർ പറയും, വീട്ടിൽ നിന്ന് പോകണം. പ്രിയപ്പെട്ടവർ നിങ്ങളെ ഉപേക്ഷിക്കും. മൂന്നാമതായിട്ട് നമ്മുടെ സമ്പത്ത് പറയും, സമ്പത്ത് നമ്മളെ ഉപേക്ഷിക്കും. എല്ലാവരും ഉപേക്ഷിക്കുമ്പോൾ ഒരാൾ മാത്രം വിളിക്കും, ഇങ്ങ് വാ. അത് നമ്മുടെ ഇടവകയാ, ദേവാലയ. എല്ലാവരും ഉപേക്ഷിക്കുമ്പോഴും എല്ലാവരും നമ്മളെ തള്ളിപ്പറയുമ്പോഴും തള്ളിപ്പറയാതെ
കൈനീട്ടി നമ്മളെ മാറോട് ചേർക്കുന്നത്. ഇതൊരു നിറവാകണം, അനുഭവമാണ് നിലനിൽക്കുന്നത്. ഇടവകയിലൂടെയാണ് നമുക്ക് കരുത്ത് ലഭിക്കുക. ഇടവകയിലൂടെയാണ് നമുക്ക് ഈ കുർബാന അനുഭവം ഉണ്ടാകുക. ഇടവക ദേവാലയ കേന്ദ്രീകൃത ജീവിതത്തിൻ്റെ മൂന്നാമത്തെ തലം അത് വിശ്വാസ പരിശീലന കേന്ദ്രീകൃതമാണ്. നമ്മുടെ കുട്ടികൾക്ക് കരുത്തു ചോർന്നു പോകുന്നു എന്നൊരു ചിന്ത ഈ കാലത്തിൽ വളരെ സമൂലമായിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് കരുത്ത് പോയി. എന്തുകൊണ്ട്? നമ്മളെ വിശ്വാസത്തിൽ ആഴപ്പെടുത്താൻ അവർക്ക് പറ്റിയില്ലെന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം ഓർക്കുന്നു. ഞാൻ സെമിനാരി പഠിച്ച കാലഘട്ടത്തിൽ ഞാൻ ഒരു പള്ളിയിൽ വേദപാഠം പഠിപ്പിക്കാനായിട്ട് പോയ സമയത്ത് അതൊരു ഒത്തിരി മുക്കുവന്മാർ തിങ്ങി പാർക്കുന്ന സ്ഥലമാണ്. അവർ പള്ളിയെ വല്ലാതെ സ്നേഹിക്കുന്നവരാ. പള്ളി കഴിഞ്ഞ് അവർക്ക് വീടുള്ളൂ. അതാണ് മുക്കുവ സ്നേഹ സംസ്കാരം. അതുപോലെ ചങ്കോട് ചേർത്ത് അവർ ദേവാലയത്തെ സ്നേഹിക്കും, വൈദികരെ സ്നേഹിക്കും. അപ്പോൾ അവിടെ എല്ലാ വീടുകളും എനിക്ക് പരിചിതമാണ്. അവിടെ ഒരു വീട്ടിൽ അവരാരും പള്ളിയിലെ ദേവാലയത്തിൽ വരാറില്ല. അവിടെ 8 വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ട്. ഒരിക്കൽ യാദൃച്ഛികമായി ആ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങളാരും പള്ളി വരുന്നില്ല? ഉടനെ അമ്മ പറഞ്ഞു, എൻ്റെ ഭർത്താവ് മരിച്ചു പോയതാണ്. ഞാൻ ഒറ്റയ്ക്ക് ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കുന്നു. എനിക്ക് ഒറ്റ കൊച്ചുള്ളൂ, 8 വയസ്സുള്ള കൊച്ച്. ഈ മകളും മിടുക്കിയ. കഴിഞ്ഞ കൊല്ലത്തെ എറണാകുളം ജില്ല ബാലകലോത്സവത്തിലെ കലാതിലകം. കൊച്ചു ഡാൻസ് മിടുക്കിയാണ്. ആയതുകൊണ്ട് ഈ കൊച്ചിനെ ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചറിന് ഫ്രീ ഉള്ള ദിവസം ഞായറാഴ്ചയാണ്. അച്ഛൻ ഞായറാഴ്ച പള്ളി വന്നാൽ വിശ്വാസ പരിശീലനം പോയാൽ എൻ്റെ കൊച്ച് ഡാൻസ് പഠിക്കും, അച്ഛൻ കണ്ടോളാൻ പറഞ്ഞു. നാളത്തെ ഇന്ത്യൻ സിനിമയിലെ കലാതിലകം താരറാണിയായിരിക്കും എൻ്റെ കൊച്ച്. ഞാനിത് കേട്ടു തിരിച്ചു പോന്നു. ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും ആ പള്ളിയിൽ ചെന്നപ്പം ഞാനൊരു ദുഃഖവാർത്ത കേട്ടു. ഈ കൊച്ച് ആത്മഹത്യ ചെയ്തു. കാരണം ആ വർഷത്തെ ബാലകലോത്സവത്തിൽ കൊച്ചിന് 1/2 പോയിൻറ്റിന് ബാലകലാതിലകം നഷ്ടപ്പെട്ടു. അമ്മയെ കണ്ടു, സന്ദർശിച്ചു. അമ്മ പറഞ്ഞൊരു കാര്യം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അമ്മ പറഞ്ഞു, എൻ്റെ കൊച്ചിന് പിടിച്ച് നിൽക്കാൻ പറ്റിയില്ല. ഞാൻ അവളെ ദൈവത്തിനു വേണ്ടി സഭയ്ക്ക് വേണ്ടി വളർത്തിയിരുന്നെങ്കിൽ പിടിച്ചു നിന്നേനെ. പ്രിയമുള്ളവരെ, സഭയെന്ന് പറഞ്ഞാൽ വിശ്വാസ പരിശീലനമാണ്. അതിനുവേണ്ടി നമ്മൾ ത്യാഗം ചെയ്യണം. മക്കളെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തണം. ഏത് പ്രതികൂല സാഹചര്യങ്ങൾ, പ്രലോഭനങ്ങൾ ഉണ്ടായാലും അതിൽ നിന്ന് മാറുവാനുള്ള കരുത്ത് കൊടുക്കേണ്ടത് ഹൃദയത്തിൽ അവർക്ക് നമ്മൾ കൊടുത്ത വിശ്വാസം, അത് വീട്ടിൽ ആരംഭിക്കണം. നമ്മുടെ വീടാണ് വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രഥമ സ്കൂൾ എന്ന കാര്യം, കലാലയമെന്ന് നമ്മൾ മറക്കരുത്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ചിന്തിച്ചതുപോലെ നമ്മുടെ കുർബാന കേന്ദ്രീകൃതമായി, നമ്മുടെ ഇടവക കേന്ദ്രീകൃതമായി വിശ്വാസ പരിശീലനത്തിന് വലിയ പ്രാധാന്യം കൊടുത്ത് വൈദികരെ, സന്യസ്തരെ സ്നേഹിച്ച്, അപ്പം കൃപയുണ്ടാകും. സ്വർഗം നിങ്ങളിൽ തുറക്കപ്പെടും. സ്വർഗത്തിൻ്റെ അഭിഷേകം ഉണ്ടാകും. സ്വർഗത്തിൻ്റെ വലിയ അഭിഷേകം ഉണ്ടാകുന്ന ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളോ കുറവുകളൊക്കെ നമ്മെ സ്നേഹത്തോടെ കാത്തിരിക്കുന്ന തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിച്ച് കൃപയുള്ളവരായി തീരാൻ നമുക്ക് സാധിക്കട്ടെ. ഈ റോസറി വാർ അതിനുള്ള കരുത്താകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയിലൂടെ ദൈവത്തിൻ്റെ വലിയ മഹത്വം, അഭിഷേകം നമുക്ക് സ്വീകരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ.
മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ. മിശിഹാ കർത്താവേ. ഒരിക്കൽ കൂടെ ഈശോയുടെ തിരുസന്നിധിയിൽ നമ്മളായിരിക്കുന്നു. ഈശോയെ നമുക്ക് സ്നേഹത്തോടെ നോക്കാം. നമ്മുടെ മുമ്പിലുള്ള തമ്പുരാൻ, ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവം, ഈ അഖിലാണ്ടങ്ങൾക്ക് രൂപവും ഭാവവും നൽകിയവനാണ്. വെള്ളത്തിന് മീതെ നടന്നവൻ, കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയവൻ, ലാസറിനെ ഉയർപ്പിച്ചവൻ, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റവൻ, സ്വർഗത്തില് വലതു ഭാഗത്തിരിക്കുന്നവൻ. ആ ഈശോയുടെ തിരുമുമ്പിലാണ് നമ്മൾ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ, ഇന്നും ജീവിക്കുന്ന തമ്പുരാന്റെ മുമ്പിൽ നമുക്ക് ലോകത്തിൽ മുഴുവൻ അർപ്പിക്കപ്പെടുന്ന ബലികളോട് ചേർത്ത് ഇന്നത്തെ ദിവസം ഈ കുർബാനയുടെ വലിയ അഭിഷേകം സഭയിലൂടെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം കരഗതമാകുവാൻ ആഗ്രഹിച്ച് നമുക്ക് കരങ്ങളൊന്ന് ഉയർത്താം. സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്താം. നമ്മുടെ എല്ലാവരെയും സമർപ്പിച്ച്, സഭയെ മുഴുവൻ സമർപ്പിച്ച്, പരിശുദ്ധ പിതാവിനെ സമർപ്പിച്ച്, കർദിനാൾമാരെ സമർപ്പിച്ച്, മെത്രാന്മാരെ സമർപ്പിച്ച്, വൈദികരെ സമർപ്പിച്ച്, എല്ലാ സന്യാസികളെ അൽമായരെ സമർപ്പിച്ച് ഈ ദിവസത്തിൻ്റെ വലിയ അഭിഷേകം സ്വർഗം തുറന്ന് സഭയിലൂടെ നമ്മളിലേക്ക് ഭക്ഷിക്കപ്പെടാൻ ആഗ്രഹിച്ചു ഉച്ചത്തിൽ ഈശോയെ സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു, ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. ഈശോയെ സ്വർഗം തുറക്കണമേ. സഭയിലൂടെ അവിടുന്ന് തരുന്ന എല്ലാ നന്മകളെ ഓർത്ത് ഈശോയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന ആരാധന ആരാധന, സ്തുതി സ്തുതി സ്തുതി, മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. നമ്മൾ പ്രത്യേകിച്ച് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണിന്ന്. സഭയുടെ കാണപ്പെട്ട രൂപങ്ങളായ ഇടവകയെ ചേർത്ത് വെച്ച് നമ്മളായിരിക്കുന്ന, നമുക്ക് കൃപകൾ തരുന്ന നമ്മുടെ ഇടവക ദേവാലയത്തെ ചേർത്ത് വെച്ച് ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ച് നമുക്ക് അവിടുത്തെ പാടി സ്തുതിക്കാം. സഭയിലൂടെ കൃപകൾ തരുന്ന, സഭയിലൂടെ നമ്മെ പടുത്തുയർത്തുന്ന, സഭയിലൂടെ നമുക്ക് അനുഗ്രഹത്തിൻ്റെ കൃപയൊഴുക്കുന്ന ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പാടി സ്തുതിക്കാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ
ഇന്ന് ഈശോ നമ്മളോട് പറഞ്ഞു, നമ്മൾ സഭ കേന്ദ്രീകൃതമായ ജീവിതം, ഇടവക കേന്ദ്രീകൃതമായ ജീവിതം നയിക്കണമെന്ന്. എൻ്റെ ഒന്നാമത്തെ ഒരു തലം സ്നേഹത്തോടെ ഈശോ നമ്മെ ഓർമ്മിപ്പിച്ചത് കുർബാന കേന്ദ്രീകൃതമായ ജീവിതമാണ്. കോവിഡ് കാലഘട്ടമാണ്. ഒരു പക്ഷേ കുറേ പേരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ കുർബാനയിൽ നിന്നാകുന്നിട്ടുണ്ട്. നമ്മുടെ ശക്തിയും കരുത്തും കരുതലെല്ലാം കുർബാനയാണ്. കുർബാനയിൽ നിന്ന് ഒഴുകി വരുന്ന കൃപയാണ്. ആത്മാവ് കുർബാനയിലൂടെ നമ്മളിലേക്ക് അനുഗ്രഹങ്ങൾ ഭക്ഷിക്കുന്നു. നമുക്ക് തീരുമാനമെടുക്കാം കുർബാനയോട് ചേർന്നിരിക്കാൻ, കുർബാനയിലൂടെ ചെറുതാകാൻ, കുർബാനയിലൂടെ യേശുവിൻ്റെ തിരുമുറിവിൻ്റെ അഭിഷേകം ഏറ്റുവാങ്ങാൻ ആഗ്രഹിച്ച് ഈശോയെ എല്ലാവരെയും ഈ കുർബാനയുടെ വലിയ അഭിഷേകത്തിലേക്ക് ആത്മാവിൻ്റെ ശക്തിയാൽ നയിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുർബാന ഞങ്ങൾക്ക് വലിയ അനുഭവമാക്കി മാറ്റാം. കുർബാനയുടെ പ്രിയപ്പെട്ട മക്കളായി തീരാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു അഭിഷേകം ആത്മാവ് നമുക്കെല്ലാം തരാൻ, അതിൻ്റെ കൃപയ്ക്കായി നമുക്കൊരിക്കൽ കൂടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. നമുക്കെല്ലാം ഇടവകളെ സമർപ്പിക്കാൻ. ലോകത്തിലുള്ള ദൈവത്തിൻ്റെ സ്നേഹം തൊട്ടറിയുന്ന, സ്നേഹത്തിൻ്റെ ഇരിപ്പിടമായി, ദൈവാനുഗ്രഹത്തിൻ്റെ ഈറ്റിലമായി നമ്മുടെ എല്ലാ ഇടവകൾ തീരാൻ നമുക്കവരെല്ലാം സമർപ്പിച്ച ശക്തി തരണേ, കൃപ തരണേ. ആത്മാവിൻ്റെ വലിയ അഭിഷേകം നിറയുന്ന ഇടയൻ്റെ വകയായി ഇടവക മാറാൻ ആഗ്രഹിച്ച് ഇതിനുള്ള വലിയ അഭിഷേകം ഇടവകൾക്ക് വേണ്ടി അധ്വാനം ചെയ്യുന്ന വൈദികരെ, ഇടവകയിലെ ദേവാലയ ശുശ്രൂഷികളെ, പ്രിയപ്പെട്ട സന്യാസികളെ, കൈക്കാരന്മാരെ, യോഗപ്രതിനിധികളെല്ലാം ഈ ആത്മാവിൻ്റെ അഭിഷേകത്താൽ ദൈവത്തിനു വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷയുടെ കൃപകൾ അവരെല്ലാം കുടുംബങ്ങളിലേക്ക് പറന്നിറങ്ങാൻ ആഗ്രഹിച്ച് ഒരിക്കൽ കൂടെ എല്ലാ ഇടവകളെ, എല്ലാവരെയും, അൽമായരെ, വൈദികരെ എല്ലാം ചേർത്ത് ഒരിക്കൽ കൂടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. പെന്തക്കുസ്താനുഭവം തരണേ, പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. പെന്തക്കുസ്താനുഭവം തരണേ, പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആരാധനയുടെ ഈ സമയത്ത് തിരുസഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവിന്, എല്ലാ കർദിനാളന്മാർക്ക്, നമ്മുടെ രൂപതാധ്യക്ഷന്മാർക്ക്, വൈദികർക്ക്, സന്യസ്തർക്ക്, അൽമായി പ്രേക്ഷിതരെ എല്ലാം കൊണ്ടുവരാം. ഈ ജപമാല മാസത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് കാഴ്ചവെച്ച് അമ്മയുടെ സ്നേഹവും കരുതലും
അവർക്കുണ്ടാകാൻ ആഗ്രഹിച്ച് ഒരിക്കൽ കൂടെ എല്ലാ വൈദികരെ, സന്യസ്തരെ സമർപ്പിച്ച് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. നമ്മുടെ ഈ നിയോഗമായിട്ട് വിശുദ്ധ ജപമാലയിലേക്ക് പ്രവേശിക്കുകയാണ്. സഭയിലെ കുർബാന കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു പ്രാർത്ഥന ജപമാലയാണ്. ജപമാലയുടെ കരുത്ത് കുർബാനയാണ്. ജപമാലയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ സഭയെ ഓർക്കാം. ഈ മുത്തുമണികളിൽ എല്ലാ വൈദികരെ ഒക്കെ നമുക്ക് ഓർക്കാം. പരിശുദ്ധ അമ്മയുടെ കരുതലാർന്ന കരങ്ങളിൽ ജപമാല പ്രാർത്ഥനയിൽ വൈദികരെ ഒക്കെ നമുക്ക് സമർപ്പിക്കാം, സഭയെ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ വലിയ കൃപ ഈ സമയം നമ്മളിലേക്ക് ജപമാലയിലൂടെ അമ്മയുടെ നമുക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് അലമുറയിട്ട് പ്രാർത്ഥിച്ച് മാധ്യസ്ഥം വഹിക്കുന്ന അമ്മയിലൂടെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ ജപമാലയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അളവില്ലാത്ത സകല നിയമസ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിവരും നന്നേറ്റ പാപികളുമായി ഞങ്ങൾ നിസീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേനതമായ തല ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധതയും മാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളെ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായ ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനാ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ദൈവശരണം എന്ന പുണ്യമുണ്ടായ വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.
പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സന്തോഷത്തിന്റെ ദിവ്യരഹസ്യങ്ങൾ. ഒന്നാം ദിവ്യരഹസ്യം. പരിശുദ്ധ കന്യകാമറിയമേ, അങ്ങ് ഗർഭം ധരിച്ച് ഈശോ മിശിഹായെ പ്രസവിക്കുമെന്ന മംഗളവാർത്ത ഗബ്രിയേൽ മാലാഖ ദേവകൽപ്പനയാൽ അങ്ങേ അറിയിച്ചെന്നു ധ്യാനിക്കുന്ന അങ്ങേ മക്കളായ ഞങ്ങളുടെ ഹൃദയത്തിലും എപ്പോഴും ഈശോ മിശിഹായെ സംഗ്രഹിച്ചുകൊണ്ടിരിപ്പാൻ കൃപ ചെയ്യണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം ദിവ്യരഹസ്യം. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങയുടെ മേയേലിശ പുണ്യവതിയെ
അങ്ങ് ചെന്ന് കണ്ടപ്പോൾ ആ പുണ്യവതിക്ക് സർവേശ്വരൻ ചെയ്ത കരുണയെ കണ്ട് അങ്ങേക്കുണ്ടായ സന്തോഷത്തെ ഓർത്ത് ധ്യാനിക്കുന്ന ഞങ്ങൾ ലൗകിക സന്തോഷങ്ങൾ പരിത്യജിച്ച് പരലോക സന്തോഷങ്ങളെ ആഗ്രഹിച്ചു തേടുവാൻ കൃപ ചെയ്യണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം ദിവരഹസ്യം. പരിശുദ്ധ ദേവമാതാവേ, അങ്ങേ കന്യാത്വത്തിന് ഭംഗം വരാതെ അങ്ങ് ദേവകുമാരനെ പ്രസവിച്ചതിനാൽ അങ്ങേക്കുണ്ടായ സന്തോഷത്തെ ഓർത്ത് ധ്യാനിക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തിലും അവിടുന്ന് ആത്മീയമായി ജനിക്കുവാൻ കൃപ ചെയ്യണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നാലാം ദിവരഹസ്യം. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങേ തിരുക്കുമാരനെ ദേവാലയത്തിൽ കാഴ്ചവെച്ചപ്പോൾ മഹാത്മാക്കൾ അവിടുത്തെ സ്തുതിക്കുന്നത് കണ്ട് അങ്ങേക്കുണ്ടായ സന്തോഷത്തെ ഓർത്ത് ധ്യാനിക്കുന്ന ഞങ്ങൾ അവിടത്തേക്ക് യോഗ്യമായ ദേവാലയം ആയിരിക്കാൻ കൃപ ചെയ്യണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഞ്ചാം ദിവരഹസ്യം. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങേ തിരുക്കുമാരനെ 12-ാം വയസ്സിൽ കാണാതെ പോയി 3-ാം ദിവസം ദേവാലയത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കെ കണ്ടെത്തിയതിനാൽ അങ്ങേക്കുണ്ടായ സന്തോഷത്തെ ഓർത്ത് ധ്യാനിക്കുന്ന ഞങ്ങൾ അവിടുത്തെ ഒരിക്കലും പാപത്താൽ വിട്ടുപിരിയാതിരിക്കുവാനും വിട്ടുപിരിഞ്ഞ പോലുടൻ മനസ്സപിച്ച് കണ്ടെത്തുവാനും കൃപ ചെയ്യണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റപ്പായേലെ, ശ്ലീഹന്മാരായ മാർ പത്രോസേ, മാർ പൗലോസേ, മാർ യോഹനാനെ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പേ, ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് ലീഹായെ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നു എങ്കിലും ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോട് ചേർത്ത് പരിശുദ്ധ ദേവമാതാവിന്റെ തൃപ്പാദങ്ങൾ കാഴ്ചവെക്കണമെന്ന് നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധ ജനനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനികകൾക്ക് മകുടമായ നിർമ്മല കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവപ്രസാദവർദ്ധന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും നിർമ്മലയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്ത വിരക്തിയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കളങ്കമറ്റ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതത്തിന് വിഷയമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സതുപദേശത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൃഷ്ടാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷകന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിവേകമതിയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വണക്കത്തിന് ഏറ്റവും യോഗ്യയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്തുതിക്ക് യോഗ്യയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവല്ലഭയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനിവുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിശ്വസ്തയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആധ്യാത്മിക പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാപുഷ്പമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
ദാവീദിന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മലതം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗത്തിന്റെ വാതിലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഉഷകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലീഹന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്തസാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വന്ദകരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരുടെയും രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോദ്ഭവയായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരോപതിയായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടേ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടേ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടേ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വരന്റെ പുണ്യപൂർണയായ മാതാവേ, ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കനികാമാതാവേ, സകലാപത്തുകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവേ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം വീണ് കിടക്കുന്ന ഈ സമൂഹത്തെ തിരക്കൺ പാർത്ത് നിത്യകനികയായ പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യുഗതകളെ കുറിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. നമ്മുടെ ആരാധനയുടെ സമാപന നിമിഷങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ആരാധനയിലൂടെ ജപമാല ചൊല്ലി കർത്താവിൻ്റെ വലിയ കരുതൽ കൃപ ജീവിതത്തിൽ സ്വീകരിച്ചവരാണ്. നമുക്ക് ഒരിക്കൽ കൂടി ഈശോയെ നോക്കാം, സ്നേഹത്തോടെ നോക്കാം. അവൻ്റെ തിരുമാറിലേക്ക് എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് ഭക്തിപൂർവ്വം വിനയപൂർവ്വം നമുക്ക് ഒരുങ്ങാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ.
ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാം മിശിഹാതൻ ദിവ്യനിണം